ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ് നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു പുതിയ വണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗായ്സ് ഇതിന് പേരിടൽ ചടങ്ങാണെന്ന്. നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു ഗ്യാരേജ് ഉണ്ടായിരുന്നു. നമ്മൾ വണ്ടിയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് വണ്ടിക്ക് പേരൊന്ന് മാറ്റണം, പേരൊന്ന് ഇടണം. പിന്നെ മറ്റേ കർട്ടൻ, ഒരു പച്ച കർട്ടൻ വെക്കണം ഗായ്സ്. വണ്ടിക്ക് ഒരു പച്ച കളറ് കോമ്പിനേഷൻ വെക്കണം. പിന്നെ ബാക്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്കർ വെക്കണം എന്നാണ് എൻ്റെ ഒരു ഇത് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിനു വേണ്ടി പോകാനുള്ള പുറപ്പാടിലാണ്. ഇപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് പോകാം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമുക്കെന്തായാലും വണ്ടി എടുത്ത് അങ്ങോട്ട് ഇറങ്ങാം. എനിക്ക് റോഡ് അങ്ങോട്ട് കറക്റ്റ് അറിയത്തില്ല ഗൈസ്. മാപ്പ് നോക്കി പോകണം, റൂട്ട് മാപ്പ് നോക്കി പോവാം, അതായിരിക്കും നല്ലത്. എനിക്ക് ആ റോഡൊന്നും വലിയ പരിചയമല്ല ഗൈസ്. എന്തായാലും അവനവിടെ അടുത്ത് തന്നെയാണ്. ഗ്യാരേജ് ഞാൻ കണ്ടിട്ടുണ്ട്, കുറച്ച് വലിയ ഗ്യാരേജാണ്. നമ്മുടെ വണ്ടി തിരിച്ചു വരുമ്പോൾ ഒരു കുട്ടപ്പൻ കിടിലൻ വണ്ടിയായിട്ടാണ് നമ്മൾ തിരിച്ചെടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. വണ്ടീൻ്റെ ബാക്കത്തെ കർട്ടണും എല്ലാ കർട്ടണും മാറ്റണം, അതാണ് നമ്മളെ മെയിൻ പരിപാടി. നമുക്കെന്തായാലും വണ്ടി എടുത്ത് ചെക്കൻ്റെ അടുത്ത് പോവാം. എന്നിട്ട് അവിടെ പോയിട്ട് ഓനോട് സംസാരിച്ചിട്ടൊക്കെ സെറ്റാക്കണം. എന്തായാലും നമുക്ക് വണ്ടി കൊണ്ടുപോയി അടുത്തുമ്പോൾ തട്ടി പൊട്ടുന്നാണ് തോന്നണേ. എന്തായാലും ആൾക്ക് കൊണ്ടുപോയില്ലേ, രണ്ട് മുട്ടലൊക്കെ മുട്ടട്ടെ, വണ്ടി എന്തായാലും നന്നാക്കും ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ ആക്കാം പരിപാടി. നെയിം ബോർഡൊക്കെ സെറ്റാക്കണം. പേര് രംഗൻ എന്നാണ് ഇടാൻ വിചാരിച്ചത് ഗൈസ്. വണ്ടി എന്തായാലും ഇതിപ്പോൾ ചെറുതായിട്ടൊന്നൊരു ട്രിപ്പ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ പരിപാടി ചെയ്യുന്നത്. എന്തായാലും വണ്ടി ഇനിയും കൂടുതലായിട്ട് മോഡിഫൈ ഞാൻ ചെയ്യും ഗൈസ്. സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യാണ്ട്, അതൊക്കെ ചെയ്യുന്നതാണ്. അത് ചെയ്തിട്ടൊരു വെറൈറ്റി ട്രിപ്പ് പിടിക്കാണ്ട് ഗൈസ്. നമ്മൾ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ട് ചെറിയ വെറൈറ്റി ട്രിപ്പ് പിടിക്കാണ്ട്. മാപ്പൊന്ന് നോക്കണം, ഗൂഗിൾ മാപ്പൊന്ന് നോക്കണം. റോഡൊക്കെ ക്ലിയർ അല്ല. ഇവിടെ എവിടെയോ ആണ് അവൻ്റെ ഗ്യാരേജ്. അതാ, ഇതാണ് ഗൈസ് അവൻ്റെ ഗ്യാരേജ്. ഇവിടെ ഉള്ളത് ബംഗാൾ ബസ് ഹർജാമുഖി, അതാണ് ഗൈസ് ഗ്യാരേജ്. നമുക്ക് അവിടേക്ക് പോകണം. അതാണ് നമുക്ക് വണ്ടി എടുത്ത് അങ്ങോട്ടേക്ക് പോവാം. ഒരു കൊമ്പനൊക്കെ അതാ പോണ. ചെറുക്കനൊക്കെ ഭയങ്കര ലുക്കായി പോകുമ്പോൾ നമ്മൾ പാവും ഫുള്ള് വെള്ളയും വെള്ളയും ഇട്ട് യൂണിഫോം ഇട്ട മാതിരിയാണ് പോണേ. എന്തായാലും ഇന്ന് തന്നെ പേരും മാറ്റണം, കർട്ടൺ അടിക്കണം. ബാക്കിയുള്ളതൊക്കെ പിന്നെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഗൈസ്. എന്നാലും നമ്മൾ വണ്ടി എടുത്ത് പുറപ്പിച്ചു വിടാം. തട്ടീനിപ്പോൾ ട്രെയിനും കൂടെ പോയി കണ്ടില്ല. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ട്രെയിനൊക്കെ റെയിൽവേ പാളൊക്കെ കഴിഞ്ഞിങ്ങനെ വരികയാണ്. ഇവിടെ നിന്ന് ഇപ്പം വലത്തോട്ടനാണ് തോന്നുന്നുണ്ട്. വലത്തോട്ടനെ. ഇപ്പോൾ വലത്തോട്ടൻ്റെ അടുത്തങ്ങാണ്ട് ഒരു ഇടുങ്ങിയ സ്ഥലത്ത് കൂടെ ഒക്കെ പോയിട്ടാണ് ഗൈസ് അവൻ്റെ ഗ്യാരേജ്. നമുക്കെന്തായാലും വണ്ടി എടുത്ത് വിടാം. അപ്പോൾ ഗൈസ് ഈ വണ്ടി ഒന്ന് മിനുക്കി എടുക്കാൻ കുറച്ച് പണിയെടുക്കും. കാരണം വണ്ടീൻ്റെ മുമ്പ് ഫുള്ള് ചളുങ്ങി കിടക്കുകയാണ് ഗൈസ്. ഇപ്പോൾ അത് നന്നാക്കണം, കുറേ പണിയുണ്ട് ഗൈസ്. ഇതുമാതിരി കുറച്ച് പണിയെടുക്കാനുണ്ടാവും. നമുക്കിനി വലത്തെ ഭാഗത്ത് അല്ല ഇടത്തെ ഭാഗത്തേക്കാണ് ഗൈസ് പോകേണ്ടത്. നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് ഇടത്തെ ഭാഗത്തേക്ക് പോവാം. എത്താനാണ് ഒരു വളവും കൂടി കഴിഞ്ഞ് സ്പീഡിൽ നേരെ പോയാൽ മതി, എത്തും. ഇവിടുന്ന് ഇനി ഒരു വളവും കൂടി വളഞ്ഞ് സ്പീഡിൽ അങ്ങോട്ട് പോയാൽ മതി. KSRTC പവർ സാധനം. നമുക്ക് അടുത്ത ട്രിപ്പുണ്ട് ഗൈസ്, ഒരു കിടിലൻ ട്രിപ്പാണുള്ളത് അടുത്ത്. അതിന് വേണ്ടിയാണ് ഇതൊക്കെ നമ്മൾ സെറ്റാക്കണേ. ഒരു കിടിലൻ പറഞ്ഞാൽ ഒരു 1.5 ട്രിപ്പാണ് അടുത്തുള്ളത്. അതിന് വേണ്ടിയാണ് നമ്മൾ ഗ്യാരേജ് കഴിഞ്ഞു പോയി. റിവേഴ്സ് എടുത്ത് ഗ്യാരേജ് കൊണ്ട് നിർത്താം. ഇതാണ് ഗൈസ് ഗ്യാരേജ്, കുറച്ച് വലിയ ഗ്യാരേജാണ്. ഇതാണ് ഗ്യാരേജ്. നമുക്ക് വണ്ടി എന്തായാലും റിവേഴ്സ് എടുത്ത് അങ്ങോട്ട് നിർത്തിടാം. വണ്ടി റിവേഴ്സ് എടുത്ത് തട്ടാതെ അങ്ങോട്ട് നിർത്തിടാം. കുറച്ച് മുമ്പോട്ട് എടുക്കാം, ഇനി കുറച്ച് ബാക്കോട്ട് എടുക്കാം. പോട്ടെ കുറച്ചും കൂടി റിവേഴ്സ് എടുത്ത് വണ്ടി അങ്ങോട്ട് നിർത്തിടാം. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ മുമ്പൊക്കെ ഒന്ന് കാണിച്ചു തരാം. എൻ്റെ സൈഡ് ഫുള്ള് ചളിയായി ചളങ്ങിപ്പോലെ ഉണ്ട്. മുമ്പിൽ നല്ലൊരു ചളങ്ങൽ കിട്ടീന്, ഇവിടെ കണ്ടില്ലേ സൈഡ് ഫുള്ള് ചളങ്ങി.
വണ്ടിയുടെ മുമ്പിൽ നല്ലൊരു സ്ഥലങ്ങളിട്ടുണ്ട് വലത്തേ ഭാഗത്ത്. അപ്പോൾ കൈസ് നമ്മുടെ ചെറുക്കാൻ വണ്ടി നന്നാക്കിയെന്ന് പറഞ്ഞങ്ങാണ്ട് വിളിച്ച പ്രകാരം നമ്മൾ വന്നതാണ് കൈസ് ഇവിടെ. ഇതാണ് വണ്ടീൻ്റെ ഫൈനൽ ലുക്ക്. രംഗൻ എന്നാണ് പേര്, രംഗൻ. കണ്ടില്ലേ, ഇതൊരു സുഖമല്ല തോന്നുന്നുണ്ട്, ഇതൊരു സുഖമല്ല. നമ്മൾ വണ്ടി എന്തായാലും മാറ്റണം, അത് പേടിക്കേണ്ട, നമ്മൾ സെറ്റാക്കാം. പിന്നെ കർട്ടൻ പച്ച കളറാക്കിയിട്ടുണ്ട് ഗൈസ്, കർട്ടൻ ഒരു പച്ച കളറാക്കിയിട്ടുണ്ട്. ബാക്കിലൊരു സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ സൈഡിലൊരു കിങ് എന്നൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, അവനെ എഴുതിയെന്ന് അറിയില്ല ഗൈസ്. എന്തായാലും നമുക്ക് നോക്കണം. എന്തായാലും ഇപ്പോൾ വണ്ടി എടുത്ത് പറപ്പിച്ച് വിടാം ഗൈസ്. നമുക്ക് നമ്മുടെ ചെറുക്കനൊക്കെ നമ്മുടെ സ്ഥലത്തേക്ക് പോയി ഇങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം ഗൈസ്. എന്തൊക്കെയാണ് ഇപ്പോൾ സെറ്റാക്കിയത് നമുക്ക് അറിയത്തില്ല, അതുകൊണ്ടൊന്ന് പോയി നോക്കണം. സൈഡിൽ എന്തോ എഴുതിയിട്ടുണ്ട്, അത് ഞാൻ കണ്ട്. ഇപ്പോൾ അവിടെ പോയി ഇങ്ങോട്ട് വണ്ടി നിർത്തിയിട്ടൊന്ന് നോക്കാം. ഇവിടെ തന്നെയാണ് നമ്മുടെ സ്ഥലം. ഇപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് പറപ്പിച്ച് വിടാം. ഈ വണ്ടി കൊണ്ടൊരു കിട്ടിയ ട്രിപ്പ് നേരത്തെ പറഞ്ഞത് ഞാൻ, ആ ട്രിപ്പ് എന്തായാലും എടുക്കണം. അതിന് മുമ്പ് വണ്ടീൻ്റെ സ്റ്റിക്കർ വർക്ക് ചെയ്യണം, അതിൻ്റെ ലുക്കേ മാറ്റണം, അതാണ് അടുത്ത പരിപാടി. ഇതൊരു സുഖമില്ലാത്തൊരു ലുക്കാണ്, അത് കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. ഒരു ട്രിപ്പ് ഉണ്ട്, ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് സ്റ്റിക്കർ മാറ്റാം. ആ സ്റ്റിക്കർ മാറ്റിയിട്ടാണ് നല്ല കിടിലൻ ട്രിപ്പുള്ളത് ഗൈസ്. ആ ട്രിപ്പിലോട്ടാണ് നമ്മൾ ഈ വണ്ടി എടുക്കാൻ പോകുന്നത് തന്നെ. അപ്പോൾ നമുക്കെന്തായാലും വണ്ടി എടുക്കാം. ട്രെയിനൊക്കെ പോകുന്നുണ്ട്. വണ്ടി ഇനി മുട്ടിക്കാതെ കൊണ്ടുപോകണം. അവൻ കഷ്ടപ്പെട്ട് വണ്ടിയുടെ ചളവൊക്കെ ഒന്ന് സെറ്റാക്കി തന്നതാണ്, ഇനി വണ്ടി മുട്ടിച്ച ആകെ പണിയാവും. നമുക്കെന്തായാലും വണ്ടി അടിച്ച് ഇങ്ങോട്ട് നല്ല പറപ്പിച്ച് അങ്ങോട്ട് വിടാം. വിട്ടോ ആണ് പോരാനുള്ളത്. നമുക്ക് നോക്കി പോവാം. അതാ എത്തി. ഗൈസ് ഇതാണ് നമ്മുടെ വീട്. നമുക്ക് ഇവിടേക്ക് അങ്ങോട്ട് കയറ്റി പാർക്ക് ചെയ്യാം ഗൈസ്. ഇവിടെയാണ്, വളച്ചങ്ങോട്ട് ഒട്ടിച്ചങ്ങോട്ട് നിർത്തിയിടാം. റിവേഴ്സ് എടുക്കാം, തട്ടൂലേക്കും, തട്ടിയാൽ മൊത്തത്തിൽ പണിയാവും. റിവേഴ്സ് പോരട്ടെ. ഇപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ വണ്ടിൻ്റെ ലുക്ക് ഗൈസ്. രംഗൻ മുമ്പ് ചെറുതായിട്ടും ചളിഞ്ഞ്, സൈഡിലത്തെ അത് റിയൽ കിങ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് വണ്ടിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ളൊരു പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.